എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബൈപോളാർ ഡിസോർഡറിലെ മാനിക് എപ്പിസോഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, അതല്ലെങ്കിൽ മാനിക് എപ്പിസോഡ് വരുന്നതിന് മുമ്പുള്ള വാർണിംഗ് സൈൻസ്, നമുക്ക് കിട്ടുന്ന ചില പ്രധാനപ്പെട്ട സിംറ്റംസ്, അവയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നതെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ആ മാനിക് എപ്പിസോഡ് വരുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയും. അത് REBT പോലെ CBT പോലെയുള്ള തെറാപ്പികളിലൂടെ നമുക്കത് തടയാൻ കഴിയും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ ഈ ബൈപോളാർ ഡിസോർഡറിന്റെ മാനിക് എപ്പിസോഡിന് മുമ്പ് നമുക്കുണ്ടാവുന്ന വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അറിഞ്ഞാൽ നമുക്കത് തടയാൻ കഴിയും. അങ്ങനെ വരുന്ന വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വളരെ ചെറിയ ഒരു വീഡിയോ ആയി ഞാൻ ഈ പറയുന്നത്. ബൈപോളാർ ഡിസോർഡർ ഉള്ളവർക്ക്, CBT ചെയ്യുന്നവർക്ക്, CBT തെറാപ്പിസ്റ്റിന് ഇത് വളരെയധികം ഉപകാരപ്രദമാവും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ എഴുതി നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബൈപോളാർ ഡിസോർഡറിലെ മാനിക് എപ്പിസോഡ് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായേക്കാവുന്ന വാർണിംഗ് സൈൻസ്, മുൻകൂട്ടി കാണാനുള്ള ചില സിംറ്റംസ് എന്തൊക്കെയാണ്? ഒന്നാമത്, മറ്റുള്ളവരുമായി ഏറ്റവും കൂടുതൽ ഇടപഴകാൻ ശ്രമിക്കുക. കൂടുതൽ ആളുകളുമായി കൂടുതൽ ഇടപഴകുക എന്നുള്ളത് ഒരു വാർണിംഗ് സൈൻ ആയിരിക്കാം. ചെയ്യുന്ന കാര്യങ്ങളിൽ ഡിസോർഗനൈസ്ഡായി, ഒരു ലക്കും ലഗാനും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നത് അതിന്റെ വാർണിംഗ് സൈൻ ആയിരിക്കാം. തമാശകൾ പറയുന്നതും സംസാരിക്കുന്നതും വളരെയധികം കൂടുതലാവുമ്പോൾ അത് മാനിക് എപ്പിസോഡിന്റെ ഒരു വാർണിംഗ് സൈൻ ആവാം. ഒരു സ്ഥലത്ത് അടങ്ങി ഇരിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ, ഉറക്കം നല്ലപോലെ കുറയുമ്പോൾ, അതല്ലെങ്കിൽ നഷ്ടപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ഉറക്കക്കുറവ് അനുഭവപ്പെടുമ്പോൾ, ഭക്ഷണം കഴിക്കാനോ സാധാരണഗതിയിൽ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ ചെയ്യുവാനോ മറന്നു പോകുന്നത്, ഇവയെല്ലാം മാനിക് എപ്പിസോഡിന്റെ വാർണിംഗ് സൈൻസ് ആവാം. കൂടാതെ ക്ഷമ നശിക്കുന്നത്, മറ്റുള്ളവരോട് നിലവിളിക്കുന്നത്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്, ഇറിറ്റേറ്റഡ് ആവുന്നത്, പുതിയ പല ഐഡിയകളും എനിക്കുണ്ട് അല്ലെങ്കിൽ ഉള്ളതായി കാണിക്കുന്നത്, ദൈവത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നത്, ദൈവത്തെക്കുറിച്ച് കൂടുതലായി പറയുന്നത്, വളരെ പെട്ടെന്ന് ചിന്തിക്കുന്നത്, ബ്ലർട്ട് ഔട്ട്, പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ സംസാരിക്കുന്നത്, ഇവയെല്ലാം മാനിക് എപ്പിസോഡിന്റെ വാർണിംഗ് സൈനായി വരാം. കൂടാതെ ധാരാളം എനർജി ഉണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള തോന്നൽ വരുന്നത്, കുറേയധികം ആക്ടിവിറ്റീസ് ഒന്നിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആത്മവിശ്വാസം വളരെയധികം കൂടുതലുള്ള പോലെ ഫീൽ ചെയ്യുന്നത്, അത് മറ്റുള്ളവരോട് പറയുന്നത്, വളരെ പെട്ടെന്ന് നെർവസ് ആവുന്നത്, ആങ്ഷ്യസ് ആവുന്നത്, ഇവയെല്ലാം മാനിക് എപ്പിസോഡിന്റെ വാർണിംഗ് സൈൻസ് ആണ്. ഇവ കൂടാതെ ധാരാളം പോസിബിലിറ്റീസ് ഉണ്ട്, ഒരു പ്രശ്നത്തിന് ധാരാളം പോസിബിലിറ്റീസ് ഉണ്ട്, ആൾട്ടർനേറ്റീവ്സ് ഉണ്ട് എന്ന് കാണുന്നത്, ചിന്തിക്കുന്നത്, വളരെ പെട്ടെന്ന് ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത്, വരും വരായകളെ കുറിച്ച് ഓർക്കാതെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്, വളരെ കൂടുതലും വളരെ വേഗതയിലും സംസാരിക്കുന്നത്, ഇവയും മാനിക് എപ്പിസോഡിന്റെ വാർണിംഗ് സൈൻസ് ആവാം. ഈ പറയുന്ന വാർണിംഗ് സൈൻസ് അല്ലാതെ വീണ്ടും വാർണിംഗ് സൈൻസ് ഉണ്ടാവാം. പക്ഷെ സാധാരണഗതിയിൽ മാനിക് എപ്പിസോഡിന്റെ, ബൈപോളാർ ഡിസോർഡറിൽ മാനിക് എപ്പിസോഡിന്റെ വാർണിംഗ് സൈൻസ് ആയി ഈ സിംറ്റംസ് കാണുകയാണെങ്കിൽ, CBTയിലും REBTയിലും ഈ വാർണിംഗ് സൈൻസിനെ നമ്മൾ മാനേജ് ചെയ്യുക വഴി മാനിക് എപ്പിസോഡിന്റെ കാഠിന്യം കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കും. ഈ വാർണിംഗ് സൈൻസിനെ കൃത്യമായി മനസ്സിലാക്കുക വഴി മാനിക് എപ്പിസോഡിന്റെ കാഠിന്യം കുറയ്ക്കുവാനോ ഒരുപക്ഷെ അവയെ വരുന്നതിൽ നിന്നും തടയുവാനോ നമുക്ക് സാധിക്കും. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.